ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു ഹൈക്കോടതിയിലേക്ക് ഇന്ന് ജാമ്യ ഹർജി സമർപ്പിക്കും. ഉദ്യോഗസ്ഥർ അയച്ച ഫയൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിടുക മാത്രമാണ് ചെയ്തതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണുന്നു. അതിനിടെ എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇഡി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. ആർ അരുൺരാജ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ ചേരുന്നു. അരുൺ, ക്ഷേത്രക്കൊള്ളയിൽ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ അതിലൊക്കെ ചില നിർണായകമായ ഡെവലപ്മെന്റ് നടക്കാനിടയുള്ള ദിവസം കൂടിയാണല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റിന. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് എൻ വാസുവിന്റെ റിമാൻഡ് എക്സ്റ്റൻഷൻ പരിഗണിക്കുന്നുണ്ട്. കാരണം ഈ റിമാൻഡ് കാലാവധി അവസാനിച്ചിരുന്നു. ഇന്ന് എൻ വാസുവിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് എൻ വാസു ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല, സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കില്ല, ഉദ്യോഗസ്ഥരയച്ച ഫയൽ അത് തന്റെ ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വിടുക മാത്രമാണ് താൻ ചെയ്തത്, ദേവസ്വം കമ്മീഷണറായി ഇരിക്കുമ്പോൾ അത് തന്റെ ചുമതലയാണ് എന്നുള്ളതാണ് എൻ വാസു പറയുന്നത്. ഈ സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് താൻ ആ ചുമതലയിൽ പോലും ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് തന്നെ ഈ കേസുമായി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുക, തന്നെ പ്രതിയാക്കുക എന്ന ചോദ്യമാണ് എൻ വാസു ചോദിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഇന്ന് തന്നെ എൻ വാസുവിന്റെ അഭിഭാഷകൻ സമർപ്പിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഔദ്യോഗികമായി ഈ എഫ്ഐആർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ കൊല്ലം വിജിലൻസ് കോടതിയിലെ ഇഡി അഭിഭാഷകനെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി ഈ എഫ്ഐആർ ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കോ പ്രാഥമികമായ വിവരശേഖരണത്തിലേക്കോ ഇഡിക്ക് കടക്കാൻ കഴിയൂ. എന്തായാലും ഇഡി കൂടി ഈ കേസിലേക്ക് എത്തുന്നു എന്ന സൂചനയാണ് ഇന്ന് ഈ കോടതി നടപടികൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.